ചെറുപ്രായത്തിൽ തന്നെ സോറിയാസിസ് ബാധിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവർ ഒരു 26 ഇയേഴ്സിലാണ് എൻ്റെ അടുത്തേക്ക് കൺസൾട്ടേഷനായിട്ട് വരുന്നത്. വിവിധതരം ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും സോറിയാസിസ് രോഗത്തിന് അവർക്ക് യാതൊരു ചേഞ്ചസും കണ്ടുവന്നിട്ടില്ല. സോറിയാസിസ് എന്ന് പറയുന്ന രോഗം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ തകരാറിലാക്കി നമ്മുടെ സെൽസിനെ, ജോയിൻറ്റ്സ്, നെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടും ഡേ ബൈ ഡേ അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കും. സോറിയാസിസിൽ സിവിയർ ഇച്ചിങ് ആയിരിക്കും, സ്കെയിലിംഗ് ഉണ്ടായിരിക്കും, അതേപോലെ റെഡ് കളർ പാച്ചസ് ഓർ വൈറ്റ് കളർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോറിയാസിസ് ഉണ്ട്. ഈ കേസ് എന്ന് പറയുന്നത് പ്ലേഗ് സോറിയാസിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കേസായിരുന്നു. അപ്പം ഇവർ വർഷങ്ങളായിട്ട് പലതരം മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. എപ്പോഴും മോഡേൺ മെഡിസിനിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അത് കുറച്ച് നാൾ അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ഈ പാച്ചസ് അഗെയിൻ സോറിയാറ്റിക് ലീഷൻസ് ബോഡിയിൽ ഡെവലപ്പ് ആകാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ രോഗത്തെ ജീവിതശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടെ എങ്ങനെ ഇതിനെ ക്യൂറാക്കാം, അതിന് ക്യൂറാക്കിയ ഒരു കേസ് സ്റ്റഡി കൂടിയാണ് ഈ കേസ്. അപ്പോൾ ഈ കുട്ടിക്ക് വർഷങ്ങളായി ഇത് വന്നത് കാരണം ഇവർക്ക് ഫിസിക്കലി മെൻ്റലി സ്ട്രെസ് ഫാക്ടർ വളരെ കൂടുതലായിരുന്നു. ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പും മെൻ്റൽ സ്ട്രെസ്, ആൻസൈറ്റി തുടങ്ങിയവ. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ ഫുഡ് ഹാബിറ്റ്സ് കൂടുതൽ കുട്ടി കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ജങ്ക് ഫുഡ്സ് ആണ് കൂടുതലായിട്ടും. ഇവർ കാനഡയിലായതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡ് ഹാബിറ്റ് ചീസ് തുടങ്ങിയ ഫുഡായിരിക്കും, മീറ്റ് പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും ഇവർ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ചേഞ്ച് ചെയ്തത് ഇവരുടെ ഫുഡ് ഹാബിറ്റ്സിനെ ചേഞ്ച് ചെയ്തു. പിന്നെ അവരുടെ ടോട്ടൽ ആയിട്ടുള്ള അവരുടെ ജീവിതശൈലിയെ ഞാൻ മാറ്റം കൊണ്ടുവരുത്തി. അപ്പോൾ ഇതിൽ കൂടെ തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു 10 to 20 ഡേയ്സിൽ തന്നെ നല്ല ചേഞ്ചസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രാജുവലി അവരുടെ സ്കെയിലിംഗ് കുറഞ്ഞു, ഇച്ചിങ്, സ്കിന്നിലുണ്ടായ ഇറിറ്റേഷൻ, സ്കാൽപ്പ് ഫുള്ള് ഡ്രൈനെസ്സും സ്കെയിലിങ്ങും സ്കാൽപ്പിലുണ്ടായിരുന്നു. അതെല്ലാം ഗ്രാജുവലി കുറഞ്ഞു വന്നു. അവർക്കതിന് മുന്നേ കോംബ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം അവർക്ക് ഗ്രാജുവലി നന്നായി കോംബ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഉള്ള ഡസ്റ്റ് പോലെ വന്ന്, വെള്ള പൗഡർ പോലെ വന്ന് വീഴും തലേന്ന്, അതെല്ലാം ഗ്രാജുവലി കുറഞ്ഞു. അപ്പം ഇതിലെല്ലാം അവർക്ക് ഗ്രാജുവലി ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങി. ഇപ്പോൾ ഞാൻ ഈ കേസ് ഏകദേശം ഒരു 1 year എബോ ആയി. ഈ കേസ് കംപ്ലീറ്റ്ലി ക്യൂറായി. ഇപ്പോൾ ആ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞു. അപ്പം അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞത് ഈ രോഗം മാറുകയും അതേപോലെ അവർക്ക് അതിൽ കൂടി ഒരു ന്യൂ ലൈഫ് കിട്ടുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പം ഈ രോഗത്തിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എങ്ങനെ കുറച്ചും കൂടെ ബലപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൽ കൂടെ കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോസിൽ പറയുന്നത്. അപ്പം സോറിയാസിസ് എന്ന് പറയുന്ന രോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും കാരണവും വരാം. സഡൻ ആയിട്ടുള്ള ക്ലൈമറ്റിക് ചേഞ്ചസ്, ഫുഡ് ഹാബിറ്റ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഓവറോൾ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറാണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പം ഈ സ്കിൻ പോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ലെയറാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ സ്കിന്നിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ നമ്മൾ അപ്പോഴേ പറയും, അയ്യോ ഇതിൽ കൂടെ ബാക്ടീരിയാസ് ഉള്ളിൽ പോകും, ആ മുറിവ് ഒന്നെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ അത് കെട്ടിവെക്കുക എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ പല ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ പല ഇതും നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിൽ ഇപ്പോൾ അൾസർ പോലെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്രണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലും ഇൻഡസ്റ്റൈനിലും ഒക്കെ പലതരത്തിലുള്ള ബാക്ടീരിയാസും പാരസൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു അൾസർ അവിടെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസിനും ഈ വൈറസസിനൊക്കെ നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്നതിന് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് ലൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് അൺഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് എപ്പോഴും ഇൻഡസ്റ്റൈനിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഇൻഡസ്റ്റൈനിൽ ഇത് കിടക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് അതിൽ നിന്ന് ഡെവലപ്പ് ആകാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക, ഗട്ട് ക്ലിയറൻസ് ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം പലതരത്തിലുള്ള എക്സ്റ്റേണൽ തെറാപ്പിയിൽ കൂടെയാണ് സോറിയാസിസിൻ്റെ വിവിധതരം ട്രീറ്റ്മെൻറ്റ്സ് പോകുന്നത്. അങ്ങനെയുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ ഈ കേസിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് വരാം.